ഇപ്പോൾ കഫിയ എന്ന് പറയുന്ന ഒരു മതചിഹ്നം അണിഞ്ഞുകൊണ്ട്, അത് അറബികൾ ഹമാസിലെ ഭീകരവാദികൾ ജൂതന്മാരെ കൊല ചെയ്യാൻ പോകുമ്പോൾ ധരിക്കുന്ന ഒരു വസ്ത്രമാണ്. ആ വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഒരു സമ്മേളനത്തിനകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഇസ്ലാമിക ഒരു മതചിഹ്നത്തെ പൊതുസമൂഹത്തിലൂടെ കാണിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഈ മതേതരത്വം എന്ന് പറയുന്ന ഒരു വൺ വേ ട്രാഫിക് ആയിട്ടാണ് ഇടതുപക്ഷവും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കാണുന്നത്. അപ്പോൾ ഹിന്ദുവിൻ്റെ മേൽ കുതിര കയറാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ പൂരങ്ങളെയും ആഘോഷങ്ങളെയും ഉത്സവങ്ങളെയും കാണുന്നത്. ഒന്ന്, ഹൈന്ദവമായിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും തകർക്കുക. രണ്ട്, ഹൈന്ദവ ബിംബങ്ങളും ചിഹ്നങ്ങളും സ്വാഭാവികമായിട്ട് ഈ തൃശ്ശൂർ പോലെയുള്ള അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ പൂരങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തുക. നമസ്കാരം. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത ചിഹ്നങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം മന്ത്രി വാസവന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ BJPയുടെ സംസ്ഥാന കാര്യകർത്താവായിട്ടുള്ള പ്രിൻറ്റു മാഷ് നമ്മളൊപ്പം ചേരുകയാണ്. മാഷ് നമസ്കാരം. നമസ്കാരം. മാഷ്, ഇപ്പോൾ മന്ത്രി വാസവൻ പറഞ്ഞിരിക്കുന്ന ഒരു നിലപാട്, തൃശ്ശൂർ പൂരത്തിന് മതചിഹ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് കൊടിതോരണങ്ങളൊന്നും പാടില്ല എന്നാണ്, കാവിക്കൊടി പോലും പാടില്ല എന്നാണ്. അംഗീകരിക്കാൻ സാധിക്കും? ഒരിക്കലുമില്ല. ഈ വാസവൻ സത്യത്തിൽ അദ്ദേഹം പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഏറ്റവും വിഡ്ഢിയായിട്ടുള്ള മന്ത്രിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിലവാരം കുറഞ്ഞ ഒരു പ്രസ്താവന ഒരു മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. കാരണം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള മുഴുവൻ പൂരങ്ങളും ഉത്സവങ്ങളും ഒക്കെ തന്നെ ഹൈന്ദവ ആരാധനക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തൃശ്ശൂർ പൂരത്തിനകത്ത് ഈ ഹൈന്ദവ ബിംബങ്ങളും ആരാധനക്രമങ്ങളും ഒന്നും പാടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിഹ്നങ്ങൾ പാടില്ല എന്ന് വാസവൻ പറയുന്നതിൻ്റെ ഔചിത്യം ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കൂ, 8ഓളം ചെറുപൂരങ്ങളുണ്ട്, അതോടെ തന്നെ ഈ കോലം എഴുന്നള്ളിപ്പുകളുണ്ട്, ഭഗവതിയുടെ തിടമ്പ് എഴുന്നള്ളിപ്പുണ്ട്. ഇങ്ങനെയുള്ള പ്രതീകങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തൃശ്ശൂർ പൂരം എങ്ങനെയാണ് പൂരമാവുക? അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി സമ്മേളനത്തിലോ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കല്യാണ ചടങ്ങിലൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം മതപരമായ ചടങ്ങുകൾ അതിന് ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ഒഴിവാക്കാമെന്ന്. തൃശ്ശൂർ പൂരം കൃത്യമായിട്ടുള്ള താന്ത്രിക വിധി പ്രകാരം, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു അണുവിട ചലിക്കാതെ തരയുള്ള താന്ത്രിക വിധി പ്രകാരം നടക്കുന്ന പൂരമാണ്. അതിനകത്ത് സ്വാഭാവികമായിട്ട് രാമൻ്റെയും കൃഷ്ണൻ്റെയും ഭഗവതിയുടെയും ഒക്കെ കോലങ്ങൾ എഴുന്നള്ളിപ്പ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് കുടമാറ്റ സമയത്ത് അത്തരത്തിലുള്ള ചിഹ്നങ്ങളുണ്ടാവും. അപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക ഉത്സവത്തിനപ്പുറത്തേക്ക് മതപരമായിട്ടുള്ളൊരു ചടങ്ങും കൂടിയാണ്. വാസവനത് എന്തുകൊണ്ടാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ ഈ ഹൈന്ദവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തകർക്കാനുള്ള ആസൂത്രിതമായൊരു ശ്രമം നടക്കുന്നുണ്ട്. അത് നമ്മൾ ശബരിമലയിൽ കണ്ടതാണ്, ഗുരുവായൂരിൽ കണ്ടതാണ്, ആറ്റുകാലിൽ കണ്ടതാണ്. കഴിഞ്ഞ തവണ തൃശ്ശൂരിലെ പൂരം മുടക്കാൻ വേണ്ടി ആസൂത്രിതമായിട്ട് സർക്കാർ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചു. അതൊക്കെ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രസ്താവനകൾ പിൻവലിച്ച് കേരളത്തിൽ ഹൈന്ദവ സമൂഹത്തോട് ഈ വാസവൻ മാപ്പ് പറയുകയാണ് സത്യത്തിൽ വേണ്ടത്. ഇപ്പോൾ ഈ CPMന്റെ അവസാനത്തെ ദേശീയ സമ്മേളനം ഈ അടുത്ത സമയത്താണ് കഴിഞ്ഞത്. അതിൽ പാലസ്തീൻ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവരൊരു മതപരമായിട്ടുള്ളൊരു വസ്ത്രം കൂടി അണിഞ്ഞിരുന്നു. ആ ആളുകളാണ് ഈ രീതിയിൽ പറയുന്നത്. അപ്പോൾ അവർക്ക് ഇത് പറയാനുള്ള ഏതെങ്കിലും അർഹതയുണ്ടോ, അവകാശമുണ്ടോ? തീർച്ചയായും. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ കഫിയ എന്ന് പറയുന്ന ഒരു മതചിഹ്നം അണിഞ്ഞുകൊണ്ട്, അത് അറബികൾ ഹമാസിലെ ഭീകരവാദികൾ ജൂതന്മാരെ കൊല ചെയ്യാൻ പോകുമ്പോൾ ധരിക്കുന്ന ഒരു വസ്ത്രമാണ്. ആ വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഒരു സമ്മേളനത്തിനകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഇസ്ലാമിക ഒരു മതചിഹ്നത്തെ പൊതുസമൂഹത്തിലൂടെ കാണിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഈ മതേതരത്വം എന്ന് പറയുന്ന ഒരു വൺ വേ ട്രാഫിക് ആയിട്ടാണ് ഇടതുപക്ഷവും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കാണുന്നത്. അപ്പോൾ ഹിന്ദുവിൻ്റെ മേൽ കുതിര കയറാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ പൂരങ്ങളെയും ആഘോഷങ്ങളെയും ഉത്സവങ്ങളെയും കാണുന്നത്. ഒന്ന്, ഹൈന്ദവമായിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും തകർക്കുക. രണ്ട്, ഹൈന്ദവ ബിംബങ്ങളും ചിഹ്നങ്ങളും സ്വാഭാവികമായിട്ട് ഈ തൃശ്ശൂർ പോലെയുള്ള അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ പൂരങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തുക. അതോടൊപ്പം തന്നെ നോക്കുക, CPMന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അവർ നടത്തുന്ന പാട്ടുകൾ, വിപ്ലവ ഗാനങ്ങൾ, അലോഷിയെ പോലെയുള്ള തെരുവ് ഗായകന്മാരെ കൊണ്ടുവന്നുകൊണ്ട് അമ്പലപ്പറമ്പിനെ മലീമസമാക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് CPM പോകുന്നത്. അത് നമ്മൾ കടക്കൽ ക്ഷേത്രത്തിൽ കണ്ടു, കണ്ണൂരിലെ ക്ഷേത്രത്തിൽ കണ്ടു, ഈ തൃശ്ശൂരിലെ നമ്മുടെ എങ്ങണ്ടിയൂർ ക്ഷേത്രത്തിനകത്ത് കാണുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഉത്സവങ്ങൾക്ക് വരുന്ന വരവുകൾ, കൊടികൾ, തോരണങ്ങൾ ഒക്കെ തന്നെ ഈ ചെഗുവേരയുടെയും കഞ്ചാവ് അണിഞ്ഞു നിൽക്കുന്ന ചെഗുവേരയുടെ ചിഹ്നങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള ഈ തരത്തിലുള്ള കൊടി തോരണങ്ങൾ നമ്മൾ കാണുന്നു. അപ്പം നോക്കി, എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ ഹൈന്ദവ സാംസ്കാരികമായിട്ടുള്ള മൂല്യങ്ങളെ തകർക്കാനും ക്ഷേത്രങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിന് കൃത്യമായിട്ടൊരു കാരണമുണ്ട്. അപ്പോൾ CPMകാരൻ പണ്ട് TK മാധവനാണ് പറഞ്ഞത്, ഒരു അമ്പലം നശിച്ചു കഴിഞ്ഞാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ കുറയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ TK മാധവൻ്റെ പ്രയോക്താക്കളും വക്താക്കളുമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. അവരുടെ ആ പാർട്ടിയുടെ പ്രത്യക്ഷമായിട്ടുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അമ്പലങ്ങളെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. അത് അവരുടെ ഒരു ഫാസിസ്റ്റ് സമീപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യയശാസ്ത്ര സമീപനമാണ്. പക്ഷേ കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ
അന്ത്യത്തിരി കത്തിക്കാൻ വകയില്ലാത്ത ക്ഷേത്രങ്ങളെ വിശ്വ ഹിന്ദു പരിഷത്തും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഒക്കെ അവിടെ നടത്തിയിട്ടുള്ള വലിയൊരു നവോത്ഥാനമുണ്ട് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക്, ഉത്സവങ്ങളിലേക്ക്, ഗുരുവായൂരിലേക്ക്, ശബരിമലയ്ക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ്, വിശ്വാസികളാണ് മാറുന്നത്. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിന് പ്രത്യയശാസ്ത്രപരമായിട്ടൊരു വലിയൊരു തിരിച്ചടിയുണ്ട്. അത് ഹൈന്ദവ സമൂഹത്തിൻ്റെ കേരളത്തിൽ വലിയ മുന്നേറ്റത്തിനും ഉന്നമനിക്കും കാരണമായിട്ടുണ്ട്. അതിൽ വിരളി പൂണ്ടുകൊണ്ടാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളെ തകർക്കാനും ആചാരാനുഷ്ഠാനങ്ങളിലും ഒക്കെ ഈ വലിയ ഫത്വ പുറപ്പെടുവിക്കാൻ വാസവനെ പോലെയുള്ള ആളുകൾ തയ്യാറാകുന്നത്. വാസവൻ മനസ്സിലാക്കേണ്ടത് വാസവൻ്റെ വീട്ടിലെ 16 അടിയന്തര ചടങ്ങല്ല തൃശ്ശൂർ പൂരം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ട് ആചാരമുണ്ട്, വിശ്വാസങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഇപ്പോൾ സത്യത്തിൽ സർക്കാരിന് പോലും തൃശ്ശൂർ പൂരം നടത്തിയപ്പോൾ യാതൊരു സ്ഥാനവുമില്ല. 2 ദേവസ്വങ്ങളാണ് വളരെ മനോഹരമായിട്ട് നടത്തുന്നത്. ഇപ്പോൾ വാസവൻ്റെ പാർട്ടിയോ രൂപപ്പെടുന്നതിനേക്കാൾ മുമ്പ് ഉണ്ടാക്കിയ ആചാരാനുഷ്ഠാനങ്ങളാണ് തൃശ്ശൂർ പൂരത്തിനുള്ളത്. 200 വർഷത്തെ പാരമ്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള CPM നടത്തുന്ന ഈ വ്യക്തമായിട്ടുള്ള വർഗീയ ധ്രുവീകരണ പ്രവണതകളും അതോടൊപ്പം തന്നെ ക്ഷേത്രവിശ്വാസങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളും അതിനെ തകർക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനെതിരെയുള്ള നിലപാടുകൾ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിൽ നിന്നുണ്ടാവും. അത് ശബരിമലയിൽ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂർ പൂരത്തിനകത്തും ഒരു സംശയം വേണ്ട, കുടമാറ്റ സമയത്ത് ദേവീദേവന്മാരുടെ ഒരു സ്വരൂപങ്ങളും അവിടെ കോലങ്ങൾ അവിടെ ഉയർത്തുക തന്നെ ചെയ്യും. അത് തകർക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ്റെ സർക്കാരോ പോലീസോ തയ്യാറാവട്ടെ. അപ്പോൾ നമുക്ക് കാണാം. കഴിഞ്ഞ വട്ടം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടായത് വെടിക്കെട്ടടക്കമുള്ള സംഭവങ്ങൾ വൈകി നടത്തേണ്ട എന്നുള്ള തീരുമാനമുണ്ടായി. അവസാനം ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ മൂലമാണ് അടിസ്ഥാനപരമായിട്ട് പരമ്പരാഗതമായിട്ട് നടന്നു പോകുന്ന വെടിക്കെട്ട് പോലും നടത്താൻ സാധിച്ചത്. മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ആചാരാനുഷ്ഠാനങ്ങൾ പോലും കഴിഞ്ഞ വട്ടം മുടക്കുന്ന തരത്തിലേക്കുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ തടയുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്തവണയും ഇതുപോലെ പൂരം കലക്കുക എന്നുള്ള നിലപാടിലേക്ക് ആരെങ്കിലും ഇതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ പൂരത്തിന് തൊട്ട് മുന്നോടിയായിട്ട് ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടോ എന്നുള്ളതൊരു സംശയിക്കേണ്ട കാര്യമാണ്. സംശയവും വേണ്ട. അത് നമുക്കറിയാം. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് സത്യത്തിൽ പറഞ്ഞ ഒരു സാംസ്കാരിക ഉത്സവമല്ല. സാംസ്കാരിക ഉത്സവമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരാണ് പറയുന്നത്. പൂരം മുടക്കുക എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വിശ്വാസി സമൂഹം വരുന്ന ദിനമാണ്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരം കാണാൻ വരുന്ന ഇതര മതസ്ഥരടക്കം ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെ, ഹൈന്ദവ സംസ്കാരത്തിൻ്റെയും താന്ത്രിക വിദ്യകളെ എത്ര മനോഹരമായിട്ട് പ്രകടിപ്പിക്കുന്നു. ആ പ്രകടനം കാണാനാണ് ഇങ്ങോട്ട് വരുന്നത്. അല്ലാതെ സാംസ്കാരിക മഹോത്സവം നടക്കുകയാണെങ്കിൽ റൗണ്ടിനകത്തൊരു ഘോഷയാത്ര നടത്തിയാൽ പോലോ, അതല്ലല്ലോ. ഇത് ചെറുപൂരങ്ങളുടെ വരവുണ്ട്, കുടമാറ്റമുണ്ട്, വിളംബരമുണ്ട്, കൊടിനാട്ടലുണ്ട്. അപ്പോൾ വളരെ ശാസ്ത്രീയമായിട്ടാണ് പൂരം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത ശ്രമം കുറച്ച് വർഷങ്ങളായി. അതുകൊണ്ട് ആദ്യം പറഞ്ഞു കരിയും വേണ്ട, കരിമരുന്നും വേണ്ട. അവരുടെ ആദ്യത്തെ മുദ്രാവാക്യമായിരുന്നു. ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടുത്തെ ഈ ചില അർബൻ നക്സലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആനക്കെതിരെയുള്ള സമരം നടത്തുന്നത്, വെടിക്കെട്ടിനെതിരെയുള്ള സമരം നടത്തുന്നത്. പിന്നെ കഴിഞ്ഞ തവണ കൃത്യമായിട്ടറിയാം ആചാരങ്ങളെ ലംഘനമാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. അത് ശാസ്താവിൻ്റെ പൂരം എഴുന്നള്ളിപ്പ് മുതൽ നമ്മളുടെ ബ്രഹ്മോത്സവം മടം വരവ് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ പോലീസിൻ്റെ ഇടപെടലുണ്ടായി. അപ്പോൾ ഇവർ കോടതിയിൽ നിന്നുള്ള ചില ഈ പൂരത്തിനോടനുബന്ധിച്ച് ചില നക്സൽ അർബൻ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ളവരൊക്കെ ചില ഓർഡറുകൾ മേടിച്ചു വയ്ക്കും. അപ്പോൾ കോടതി ചില ഡയറക്ഷൻ കൊടുക്കും. ആ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അതുപോലെ പ്രവർത്തിക്കുക എന്നുള്ളത് എവിടെയാണ് പോസിബിൾ? അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ കേരളത്തിൽ തന്നെ നോക്കൂ, മറ്റ് ഇതര മതസ്ഥരിൽപ്പെട്ട ആളുകളുടെ ആണ്ട് നേർച്ചകൾ നടക്കാറുണ്ട്. ക്രൈസ്തവ ആരാധനാലയങ്ങളുടെ പള്ളികളിൽ പെരുന്നാൾ നടക്കാറുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഈ ചട്ടപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഫത്വ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയും കാണില്ല. അപ്പോൾ ഇത് ബോധപൂർവം ഹൈന്ദവ ആരാധനാലയങ്ങളെ ഹൈന്ദവൻ സംഘടിക്കുന്നിടത്തൊക്കെ ആ സംഘടനമായിട്ടുള്ള അവൻ്റെ ആ ഒരുമയെ, ഐക്യത്തെ, കൂടിച്ചേരലിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് CPM തകർക്കുന്നത്. അതുതന്നെയാണ് അവർ ശബരിമലയിലും ഉദ്ദേശിച്ചത്. അതുതന്നെയാണ് വടക്കുന്നാഥിലും അവർ പയറ്റുന്നത്. അതുതന്നെയാണ് അവർ ഗുരുവായൂരിലും പയറ്റുന്നത്. അതുതന്നെയാണ് ആറ്റുകാലിലും പയറ്റുന്നത്. അപ്പോൾ അവർ ഈ ഹൈന്ദവ ശക്തിയുടെ ഉയർച്ചയെയും ആ കൂടിച്ചേരലിനെയും ഭയക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ സർക്കാർ ഇതിനെ തകർക്കാൻ വേണ്ടി ബോധപൂർവ്വം ശ്രമിക്കുന്നത്. കാവിക്കൊടി കെട്ടുന്ന ഒരു വിഷയം, അത് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ വരെയും പോകേണ്ട ഒരു സാഹചര്യം പല ക്ഷേത്രം കമ്മിറ്റികൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് വരുന്ന കുറേ ക്ഷേത്രങ്ങളിൽ നിന്ന് പൂരം ഇങ്ങോട്ട് വരുന്ന ചെറുപൂരങ്ങൾ വരുന്ന സമയത്ത് പല പ്രദേശങ്ങളിലും കാവിക്കൊടി കെട്ടുന്നൊരു സാധാരണയായിട്ടുള്ളൊരു ചടങ്ങാണ്. അപ്പോൾ ഈ കാവിക്കൊടി കെട്ടുന്ന സമയങ്ങൾ പോലും അതിനെ പോലും എതിർക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്തായിരിക്കും? അതെ, ആദ്യം മനസ്സിലാക്കുക, കാവി എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെ കൊടിയല്ല. സനാതന ധർമ്മത്തിൻ്റെയും സനാതന മൂല്യങ്ങളുടെയും നിറമായിട്ടാണ് കാവ്യെ, അത്രയും പവിത്രമായ നിറമായിട്ടാണ് ഹൈന്ദവ സംസ്കാരം കാവ്യെ കാണുന്നത്. അതുകൊണ്ട് നോക്ക്, കാഷായ വസ്ത്രം ധരിച്ചിട്ടുള്ള സന്യാസിമാരാണ് ഹൈന്ദവ സംസ്കാരത്തെ പരിപോഷിപ്പിച്ചത്. അതുപോലെ നോക്കൂ, നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് രാമൻ്റെയും ചിഹ്നം, കൃഷ്ണൻ്റെയും ചിഹ്നം, അവരുടെയൊക്കെ ചിഹ്നമായിട്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് അവരുടെ രഥങ്ങളിൽ കാവ്യായിരുന്നു. അപ്പോൾ കാവ്യ പരമപവിത്രമായിട്ടുള്ള ഒരു ആരാധനക്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അടയാളമാണ്. ആ അടയാളം ഹിന്ദു അവൻ്റെ ക്ഷേത്രങ്ങളിലല്ലാതെ പിന്നെ എവിടെയാണ് അത് രേഖപ്പെടുത്തുക?
അപ്പോൾ ഹൈന്ദവ വിശ്വാസം കാവി കണ്ടു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ചുവപ്പ് കണ്ടാൽ ഈ പോത്തിന് ഇളകുന്നത് പോലെ കാവി കണ്ടാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കളക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആ കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ നിറം കാവിയാണ്, ഈ മണ്ണിൻ്റെ നിറം കാവിയാണ്, ഈ സംസ്കാരത്തിൻ്റെ നിറം കാവിയാണ്. അതുകൊണ്ട് നിങ്ങൾ കാവി കൊണ്ട് വിറളി പൂണ്ട കാര്യമില്ല. കാവി സനാതന പാരമ്പര്യത്തിൻ്റെ വക്താക്കൾ എന്ന രീതിയിൽ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും സനാതന ധർമ്മത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ഉയരേണ്ട കൊടി കാവി തന്നെയാണ്. അതിനകത്തൊരു മാറ്റവുമില്ല.